ആധുനിക അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും നിഗൂഢമായ അധ്യായങ്ങളിലൊന്നായ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയുടെ കൊലപാതകത്തെക്കുറിച്ച് നമ്മൾ വല്ലാത്തൊരു കഥയിൽ ചർച്ച ചെയ്തിരുന്നു. അവിശ്വസനീയതയുടെ അടരുകൾ ഏറെയുള്ള ലോൺ ആക്ടർ എന്ന തിയറിയിൽ ഉറച്ചു നിന്നാണ് US അന്വേഷണ സംവിധാനങ്ങൾ കെന്നഡി വധത്തെ കൈകാര്യം ചെയ്തത്. 6 പതിറ്റാണ്ടിന് ശേഷവും ഉത്തരം കിട്ടാത്ത പ്രഹേളികയായി ആ കഥ തുടരുമ്പോഴും അമേരിക്കയിൽ തോക്കുപ്രതിയായിട്ടുള്ള കുറ്റകൃത്യങ്ങൾക്ക് കുറവൊന്നുമില്ല. ഹൈ പ്രൊഫൈൽ കൊലപാതകങ്ങളും കൊലപാതക ശ്രമങ്ങളും മാത്രമല്ല, കൂട്ടക്കൊലകളും നിരന്തരം ആവർത്തിക്കപ്പെടുന്നു. കലാലയങ്ങളിൽ, മോളുകളിൽ, പാർക്കുകളിൽ, ആരാധനാലയങ്ങളിൽ, ട്രെയിനിൽ, എന്നിങ്ങനെ നഴ്സറികളിൽ വരെ വെടിവെപ്പുകൾ നടക്കുന്നു. ചുരുക്കത്തിൽ ഒരിടവും സുരക്ഷിതമല്ലാത്ത നാടായി മാറിയിട്ടും US തോക്ക് സംസ്കാരത്തിന് മൂക്കുകയറിടാൻ മാത്രം ആർക്കും ധൈര്യമില്ല. അതിന് കഴിയില്ല എന്നതാണ് വസ്തുത. ആർക്കും ആയുധം കൈവശം വയ്ക്കാൻ അവകാശം നൽകുന്ന ഭരണഘടനയുടെ 2ാം ഭേദഗതി പ്രകാരമുള്ള സവിശേഷമായ സാഹചര്യം മാത്രമല്ല, അതിപ്രബലമായ തോക്ക് ലോബിയും അതിന് ഓശാന പാടുന്ന ഭരണകൂട താല്പര്യങ്ങളും ഈ വിപത്തിന് ആക്കം പകരുന്നു. 7 മക്കൾ ഉൾപ്പെടെ 8 കുട്ടികളെയാണ് ലൂസിയാനയിൽ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ നിർദ്ദയം വെടിവെച്ച് കൊന്നുകളഞ്ഞത്. എന്താണ് അയാൾ ഇതിനെ പ്രേരിപ്പിച്ചതെന്ന കേവല കൗതുകം പോലും അപ്രസക്തമാകുന്ന തരത്തിൽ സർവ്വസാധാരണമായിരിക്കുന്നു US ഗൺ ക്രൈം. അമേരിക്കയിലെ അറിയപ്പെടുന്ന വലതുപക്ഷ ആക്ടിവിസ്റ്റും മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ മൂവ്മെന്റിന്റെ അമരക്കാരനും സർവോപരി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വലം കൈയുമായിരുന്നു ചാർലി കിർക്ക്. 2016-ലും 2024-ലും ട്രംപിന്റെ വിജയത്തിന്റെ ചാലകശക്തിയായ TPUSA അഥവാ ടേണിംഗ് പോയിന്റ് USA എന്ന NGOയുടെ സ്ഥാപകനായിട്ടുള്ള 31-കാരൻ ചാർലി കിർക്കിനെ കിങ് മേക്കർ എന്നാണ് 2020-ൽ ന്യൂയോർക്ക് ടൈംസ് പത്രം വിശേഷിപ്പിച്ചത്. 2024-ൽ ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തെ ചാരി നിന്ന മിക്കവർക്കും ഭരണകൂടത്തിലും അതിൻ്റെ ഓരങ്ങളിലും വലിയ സ്ഥാനങ്ങൾ ലഭിച്ചപ്പോൾ അത്തരം കേവല പദവികളിൽ സ്വയം തളയ്ക്കപ്പെടാൻ ചാർലി ആഗ്രഹിച്ചില്ല. അതിനേക്കാളൊക്കെ അപ്പുറത്തായിരുന്നു അയാളുടെ നോട്ടം. റിപ്പബ്ലിക്കൻ പാർട്ടിയെയും ഒരു പരിധിവരെ US രാഷ്ട്രീയത്തെ തന്നെയും അഴിച്ചു പണിയാൻ ചാർലി ആഗ്രഹിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ വർഷം പകുതിയോടെ വിവിധ ക്യാമ്പസുകളിലായി ഒരു പ്രഭാഷണ പരമ്പരയ്ക്ക് തന്നെ ചാർലി കിർക്ക് തുടക്കമിടുന്നത്. അതിനു നേരെ രാഷ്ട്രീയ എതിരാളികളിൽ നിന്നും മിതവാദികളിൽ നിന്നുമൊക്കെ വലിയ എതിർപ്പ് ഉയർന്നുവെങ്കിലും തീവ്ര വലതുപക്ഷ ആശയ കേന്ദ്രങ്ങളിൽ അത് തീപ്പൊരി വിതറി. 2025 സെപ്റ്റംബർ 10-ന് കിർക്കും കൂട്ടരും യൂട്ടാ വാലി യൂണിവേഴ്സിറ്റിയിൽ സംഘടിപ്പിച്ച പരിപാടിയിലേക്ക് 3000-ലേറെ വിദ്യാർത്ഥികളാണ് ഒഴുകിയെത്തിയത്. ഉച്ചയ്ക്ക് 12:09-ന് ചാർലി കിർക്ക് വേദിയിലെത്തി. ആർത്തുവിളിച്ച അനുവാചകർക്ക് നേരെ പ്രസംഗത്തിനിടെ അയാൾ തൊപ്പികൾ വലിച്ചെറിഞ്ഞു. 2 മിനിറ്റിന് ശേഷം അയാൾ വേദിക്ക് നടുവിലെ കസേരയിലിരുന്ന് മൈക്ക് കയ്യിലെടുത്തുകൊണ്ട് തൻ്റെ സംവാദം ആരംഭിച്ചു. ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർ പ്രതികളായ മാസ് ഷൂട്ടിംഗ് സംഭവങ്ങളെക്കുറിച്ചായിരുന്നു ആദ്യത്തെ ചോദ്യം. ചാർലിക്ക് താല്പര്യമുള്ളതായിരുന്നു 2 വിഷയവും. മാസ് ഷൂട്ടിംഗ് എന്ന വിപത്തിനോട് യോജിക്കാനാകില്ല എങ്കിലും അമേരിക്കൻ പൗരന്മാരുടെ തോക്കുപയോഗത്തിന് യാതൊരു നിയന്ത്രണവും കൊണ്ടുവരാൻ പാടില്ല എന്നതായിരുന്നു ചാർലിയുടെ പ്രഖ്യാപിത നിലപാട്. ലൈംഗിക ന്യൂനപക്ഷങ്ങളോടുള്ള തൻ്റെ അനിഷ്ടം പലവരും പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചിട്ടുള്ള ചാർലി ആ ചോദ്യത്തിനുള്ള ഉത്തരം ആസ്വദിച്ച് പറഞ്ഞു വരികയായിരുന്നു. സമയം കൃത്യം 12:23. എങ്ങു നിന്നോ ഒരു വെടിയൊച്ച കേട്ട് സദസ്സ് ഒന്നിളകി. അടുത്ത നിമിഷം ചാർലിയുടെ ഇടം കഴുത്തിൽ രക്തത്തിൻ്റെ ഒരു പൊട്ട് പ്രത്യക്ഷപ്പെട്ടു. അതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന ചാർലി പൊടുന്നനെ മുന്നിലേക്ക് കമിഴ്ന്നടിച്ചു വീണു. അപ്പോഴേക്കും ചോരയിൽ കുളിച്ച ചാർലിയെ കൂടെയുള്ളവർ താങ്ങിയെടുത്ത് ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അപ്പോഴേക്കും അയാളുടെ ജീവൻ ശരീരം വെടിഞ്ഞു കഴിഞ്ഞിരുന്നു. 130 മീറ്റർ അകലെയുള്ളൊരു കെട്ടിടത്തിന് മുകളിൽ നിന്ന് അജ്ഞാതനായ ഏതൊരു തോക്കുധാരി തൻ്റെ മൗസർ 98 ബോൾട്ട് ആക്ഷൻ റൈഫിളിൽ നിന്ന് പൊട്ടിച്ച ഒരൊറ്റ വെടിയുണ്ടയാണ് ചാർലിയുടെ ജീവൻ എടുത്തത് എന്ന് പോലീസ് പിന്നീട് കണ്ടെത്തി. 2 ദിവസം നീണ്ട തെരച്ചിലിനൊടുവിൽ 22-കാരനായ ടൈലർ ജെയിംസ് റോബിൻസൺ പിടിയിലായി. ലോൺ ആക്ടർ തിയറി ഒരിക്കൽ കൂടി അവതരിപ്പിക്കപ്പെട്ടു. വലതുപക്ഷ മാധ്യമങ്ങളുടെ ഉദാരമായ സഹായത്തോടെ ആ ആഖ്യാനം സർവ്വസ്വീകാര്യമായി മാറി. ചാർലിയുടെ മൃതദേഹത്തിൻ്റെ ചൂടുവിടും മുമ്പ് തന്നെ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പലതും മാധ്യമങ്ങളിൽ അവതരിച്ചു കഴിഞ്ഞിരുന്നു. മരണത്തിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പായി കിർക്കിൻ്റെ നിലപാടുകളിൽ വന്ന മാറ്റങ്ങളാണ് അയാളുടെ ഉന്മൂലനത്തിലേക്ക് കാര്യങ്ങളെ നയിച്ചത് എന്ന് ഒരു കൂട്ടർ കരുതി. മാഗ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾക്ക് വിരുദ്ധമായി ട്രംപും ഭരണകൂടവും നീങ്ങുന്നുവെന്ന ആക്ഷേപം അടുത്തിടെയായി ചാർലിക്ക് ഉണ്ടായിരുന്നു. ട്രംപിൻ്റെ സാമ്പത്തിക രാഷ്ട്രീയ അടിത്തറയായ ഇസ്രായേലി ലോബിക്കെതിരെയും ചാർലി നീങ്ങാൻ തുടങ്ങിയ കാലം. അമേരിക്ക ഫസ്റ്റ് എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തെ അട്ടിമറിക്കുന്നതാണ് ഇസ്രായേലിനോടുള്ള അമിത ചങ്ങാത്തമെന്ന് ചാർലി ഒളിഞ്ഞും മറഞ്ഞും പറഞ്ഞു തുടങ്ങിയ കാലം. ഇസ്രായേലി ലോബിയുടെ ഓമനയായിരുന്ന ചാർലിയുടെ ഈ നിലപാട് മാറ്റം ആ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരുന്നു എന്നതാണ് സത്യം. അതിനൊപ്പമാണ് 2025 ജൂണിൽ ഇസ്രായേലിനോടൊപ്പം ചേർന്ന് US ഇറാനിൽ നടത്തിയ ആക്രമണത്തെ ചാർലി വിമർശിക്കുകകൂടി ചെയ്യുന്നത്. നമ്മുടെ മാഗ ബേസ് ഈ യുദ്ധത്തോട് താല്പര്യപ്പെടുന്നില്ല എന്ന് സ്വന്തം പോഡ്കാസ്റ്റിൽ അന്ന് ചാർലി തുറന്നടിച്ചിരുന്നു. അമേരിക്കയിൽ അധികാര കേന്ദ്രങ്ങളിലെ താപ്പാനകൾക്ക് അപ്രിയരായിട്ടുള്ള പ്രമുഖർ കൊല്ലപ്പെടുമ്പോൾ എന്നും ഉയർന്നു വന്നിട്ടുള്ള ഈ ലോൺ ആക്ടർ തിയറിയെ ചാർലി പക്ഷത്തുള്ള സ്വതന്ത്ര മാധ്യമപ്രവർത്തക കാൻഡസ് ഓവൻസ്, തീവ്ര വലതുപക്ഷ പ്രതിനിധി ടക്കർ കാൾസൺ എന്നിങ്ങനെ പലരും തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു. ചാർലിയുടെ മരണത്തിനു പിന്നിൽ ഇസ്രായേലി കരങ്ങൾ ഉണ്ടാകാം എന്ന നിലയിലും പ്രചാരണങ്ങൾ മുറുകി.
കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ഇസ്രായേലി പ്രധാനമന്ത്രി നെതന്യാഹുവിന് ഈ കൃത്യത്തിൽ തങ്ങൾക്കൊരു പങ്കുമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടൊരു വീഡിയോ സന്ദേശം തന്നെ പുറത്തുവിടേണ്ടി വന്നു. ഒരു രാഷ്ട്ര നേതാവിനെ സംബന്ധിച്ചിടത്തോളം തീർത്തും അസാധാരണമായിട്ടുള്ള ഒരു നടപടി. എതിർസ്വരങ്ങൾ ഇങ്ങനെ പലതുമുണ്ടായി എങ്കിലും കിർക്കിൻ്റെ കൊലപാതകത്തിൻ്റെ അന്വേഷണം തുടർന്നു പോയത് ആ ലോൺ ആക്ടർ സിദ്ധാന്തത്തിൽ തന്നെ ഊന്നിക്കൊണ്ടാണ്. കിർക്കിൻ്റെ കഥയിലെ വാസ്തവം എന്തായാലും US-ലെ തോക്കുപയോഗത്തിൻ്റെ കാര്യത്തിൽ അയാൾ സ്വീകരിച്ച നിലപാടുകളാണ് ആത്യന്തികമായിട്ട് അയാളുടെ കാര്യത്തിൽ അറം പറ്റിയത് എന്ന് പിന്നീട് വായിക്കപ്പെട്ടു. സെക്കൻഡ് അമെൻമെൻറ്റ് നൽകുന്ന പ്രൊട്ടക്ഷൻ ജനസുരക്ഷയ്ക്ക് അനിവാര്യമാണ് എന്ന് വാദിച്ച ചാർലി അതിനെ അമേരിക്കൻ പൗരന്മാരുടെ ദൈവദത്തമായ അവകാശം എന്ന മട്ടിലാണ് വ്യാഖ്യാനിച്ചത്. ഗൺ വയലൻസ് കുറയ്ക്കാനുള്ള ഒരേയൊരു വഴി കൂടുതൽ അമേരിക്കൻ പൗരന്മാരുടെ അടുത്ത് ഗൺ എത്തിക്കുക എന്ന് മാത്രമാണ് എന്നതായിരുന്നു കിർക്കിൻ്റെ നിലപാട്. എല്ലാ അമേരിക്കക്കാരുടെയും പോക്കറ്റിൽ ഓരോ കൈത്തോക്ക് എന്ന ചാർലി കിർക്ക് കണ്ട ആ സ്വപ്നത്തിലേക്ക് അമേരിക്ക ഇന്ന് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. 35 കോടി ജനസംഖ്യയുള്ള അമേരിക്കയിൽ ഏതാണ്ട് 50 കോടിയോളം തോക്കുകൾ സർക്കുലേഷനിലുണ്ട്. അതായത് ആളൊന്നുക്ക് 1.5 തോക്ക് വീതം. അമേരിക്കൻ ജനസംഖ്യയുടെ 30 മുതൽ 34% പേർ തോക്കുടമകളാണ്. തോക്കുള്ള വീടുകളിൽ താമസിക്കുന്ന 10% കൂടി കൂട്ടിയാൽ ആകെ ജനസംഖ്യയുടെ പകുതിയോളം പേരും തോക്കിൻ്റെ പരിസരത്താണ് ജീവിക്കുന്നത്. കഴിഞ്ഞ 2 ദശകങ്ങളിൽ കുറഞ്ഞു വന്നിരുന്ന തോക്കുടമകളുടെ എണ്ണം കോവിഡിന് ശേഷമാണ് പിന്നെയും വർദ്ധിച്ചത്. 1993-ൽ 51% വീടുകളിൽ നിന്ന് തോക്കുണ്ടായിരുന്ന ഇടത്ത് 2019 ആയപ്പോഴേക്കും അത് 37% ഇടിഞ്ഞിരുന്നു. അവിടെ നിന്നാണ് 2025-ലെ 55% എന്ന കണക്കിലേക്ക് വീണ്ടും അത് ഉയർന്നത്. സ്റ്റേറ്റ് തിരിച്ചുള്ള കണക്കിൽ മൊണ്ടാനയാണ് മുന്നിൽ, തൊട്ടുപിന്നിൽ അലാസ്കയുണ്ട്. ഏതാണ്ട് 66% വരും ഇവിടങ്ങളിലെ തോക്കുപയോഗം. ന്യൂജേഴ്സിയും ഹവായിയുമാണ് സമാധാനപ്രിയർ. 15% വീടുകളിലെ ഇവിടെ തോക്കുള്ളൂ. റിപ്പബ്ലിക്കൻ പാർട്ടി അനുകൂലികളാണ് തോക്കുടമകളിൽ കൂടുതലും. പാർട്ടി തിരിച്ചുള്ള കണക്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരുടെ ശതമാനം 63ആണ്, ഡെമോക്രാറ്റുകൾ 43. 54% റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരും തോക്കുള്ള ഒരു അമേരിക്കക്കാരനെ വിശ്വസിക്കാം എന്ന് കരുതുമ്പോൾ ഡെമോക്രാറ്റുകൾക്ക് തോക്കുള്ളവരെ അത്ര വിശ്വാസമില്ല. അങ്ങനെ കരുതുന്നത് 21% ഡെമോക്രാറ്റുകൾ മാത്രമാണ്. ഇനി റേഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ 62% വെള്ളക്കാരുടെ കൈകളിലും തോക്കുണ്ട്. കറുത്തവരിൽ ഇത് 37% മാത്രമാണ്. ഹിസ്പാനിക് വിഭാഗക്കാരിൽ 41. ഇനി ഇതിൻ്റെ അർബൻ റൂറൽ ഡിവൈഡ് പരിശോധിച്ചാൽ നഗരവാസികളെക്കാൾ കൂടുതൽ റൂറൽ പ്രദേശങ്ങളിൽ വസിക്കുന്നവരാണ് തോക്ക് കൂടുതലായിട്ട് കൈവശം വയ്ക്കുന്നത്. അമേരിക്കയിലെ തോക്കുടമകളിൽ 28% പേർക്ക് തോക്ക് പാരമ്പര്യമായി കൈമാറി കിട്ടിയതാണ്. 5% പേർ സ്വന്തമായി നിർമ്മിച്ച തോക്കുകളാണ് ഉപയോഗിക്കുന്നത്. വർഷങ്ങളായി തോക്ക് സ്വന്തമായിട്ടുള്ള പലരും വിവിധ തരത്തിലുള്ള 10ഉം 15ഉം തോക്കുകളുടെയും അവയ്ക്ക് വേണ്ട വെടിയുണ്ടകളുടെയും ഒക്കെ വമ്പിച്ചൊരു ശേഖരം തന്നെ കൈവശമുള്ളവരാണ്. അമേരിക്കയുടെ ഗൺ വയലൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആരെയും ഞെട്ടിക്കുന്ന കണക്കുകളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഗൺ വയലൻസ് ആർക്കൈവ് 2025-ൽ പുറത്തുവിട്ട കണക്കുകൾ പരിശോധിച്ചാൽ ആകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഗൺ റിലേറ്റഡ് വയലൻസ് കേസുകൾ 38,368 വരും. ഗൺ റിലേറ്റഡ് ഡെത്തുകളുടെ എണ്ണം 38,762. കൊല്ലപ്പെട്ടവരിൽ 1,256 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. പരിക്കേറ്റവരുടെ എണ്ണം 26,238. 2025-ൽ അമേരിക്കയിൽ 408 മാസ് ഷൂട്ടിംഗ് കേസുകളായിട്ട് കൊല്ലപ്പെട്ടിട്ടുള്ളത് 420 പേരാണ്. തോക്കുപയോഗിച്ച് ഇത്രയധികം അക്രമങ്ങൾ നടന്നിട്ടും എന്തുകൊണ്ട് തോക്കിൻ്റെ ഉപയോഗം നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ് പ്രസക്തമായ ഒരു ചോദ്യം. ഭരണഘടനയുടെ വിഖ്യാതമായിട്ടുള്ള 2ാം ഭേദഗതി മുതൽ അതിശക്തമായ തോക്ക് ലോബി വരെ ഇതിന് കാരണമാണ്. തോക്കുകളുടെയും വെടിയുണ്ടയുടെയും വിൽപ്പനയിൽ നിന്ന് 2025-ൽ മാത്രം അമേരിക്കൻ ഗവൺമെൻറ്റിന് പിരിഞ്ഞു കിട്ടിയിട്ടുള്ളത് $1 ബില്യൺ പുറത്തുള്ള നികുതി വരുമാനമാണ്. ഈ പണം തന്നെയാണ് അവർ വനസംരക്ഷണം അടക്കമുള്ള മറ്റു പല കാര്യങ്ങൾക്കും വകയിരുത്തുന്നത് എന്നതുകൊണ്ട് തോക്ക് നിയമങ്ങൾ കർശനമാക്കണമെന്ന നിലപാട് പൊതുവെ ആരുടെ ഭാഗത്തു നിന്നും വരിക പതിവില്ല. 1791-ൽ പാസാക്കിയ അമേരിക്കൻ ഭരണഘടനയുടെ 2ാമത്തെ ഭേദഗതി ഒരു അമേരിക്കൻ പൗരൻ്റെ ആയുധങ്ങൾ കൈവശം വയ്ക്കാനുള്ള വ്യക്തിഗത അവകാശത്തെ സംരക്ഷിക്കുന്നതാണ്. US-ലെ ഗൺ ലോബിയുടെ പിടിവള്ളിയും ഈ നിയമം നൽകുന്ന പരിരക്ഷ തന്നെയാണ്. നാഷണൽ റൈഫിൾ അസോസിയേഷൻ അഥവാ NRA പോലുള്ള വമ്പൻ ലോബിയിങ് ഗ്രൂപ്പുകളാണ് ഭരണകൂടങ്ങളെ നിയന്ത്രിച്ച് തോക്ക് സ്വാതന്ത്ര്യത്തെ നിലനിർത്തുന്നത്. 1871-ൽ സ്ഥാപിതമായ NRA ആണ് US-ലെ തോക്ക് നയങ്ങൾ തീരുമാനിക്കുന്നതിന് പിന്നിലെ വൻ ശക്തി. 2012-ൽ കണക്റ്റിക്കട്ടിലെ ന്യൂ ടൗണിലുള്ള സാൻഡി ഹുക്ക് എലിമെൻ്ററി ഹൈസ്കൂളിലേക്ക് കടന്നു കയറിയ ഒരു തോക്കുധാരി 20 കുട്ടികളെയും 6 മുതിർന്നവരെയും കൊല ചെയ്യുമ്പോൾ ബറാക്ക് ഒബാമയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ്. ഈ സംഭവത്തിൽ ആകെ ഒലിഞ്ഞുപോയ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അന്ന് അദ്ദേഹം പറഞ്ഞത്, അമേരിക്ക തളർന്നുപോയിരിക്കുന്നത് ഭയം കൊണ്ടല്ല, മറിച്ച് ഇത്തരം ദുരന്തങ്ങൾ തടയാൻ സഹായിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ യാതൊരു സന്നദ്ധതയും കാണിക്കാത്ത ഒരു തോക്ക് ലോബിയെ കൊണ്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയെ കൊണ്ടുമാണ് എന്നാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് നേരെയുള്ള ഒരു കടന്നാക്രമണമായിരുന്നു അത്. സമാനമായിട്ടുള്ള നിലപാടുകൾ ജോ ബൈഡനും സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഡൊണാൾഡ് ട്രംപിൻ്റെ കാലത്ത് തോക്ക് ലോബിയാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. തിരഞ്ഞെടുപ്പുകളിൽ തങ്ങൾക്ക് അനുകൂലമായ സ്ഥാനാർത്ഥികളെ നിർത്താൻ പോലും അവർക്കറിയാം.
NRA ഗൺ ഓണേഴ്സ് ഓഫ് അമേരിക്ക പോലെയുള്ള വിവിധ സംഘടനകൾ ചേർന്നുകൊണ്ട് 2025 ഗൺ ലോബിങ്ങിന് വേണ്ടി മാത്രം ചെലവിട്ടത് $18.5 മില്യൺ. മോർ ഗൺസ് മോർ സേഫ്റ്റി എന്നതാണ് അവരുടെ നയം. ദൂരെങ്ങോ നിന്ന് പാഞ്ഞു വന്ന വെടിയുണ്ട കഴുത്തിൽ തുളച്ചു കയറി കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുമ്പ് വരെ ചാർലി കിർക്ക് ഉരുവിട്ടുകൊണ്ടിരുന്ന അതേ മന്ത്രം.